ആ, കഴിക്കൂ. ഭക്ഷണം ഇഷ്ടായോ? ഇഷ്ടമായി എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഇതിലപ്പുറം എന്താ വേണ്ടെന്ന് ചോദിച്ചാൽ മതി. പിന്നെ ഈ ഈ വീട്ടിൽ നിന്ന് വച്ചുകൊണ്ട് വരുന്ന ഏർപ്പാടുണ്ടല്ലോ, അതൊരു ശീലമാക്കണ്ട. എന്തുപറ്റി? എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. ശീലമാക്കണ്ടെന്ന് പറഞ്ഞത് എന്നോട് തന്നെയാ. പിന്നെ കുഴപ്പമെന്തെന്നറിയോ, ഈ നാവ് ഈ രുചിയും കാത്തിരിക്കും. പിന്നെ ഈ ചുറ്റുപാടുള്ള കർഷകരെയൊക്കെ ഞാൻ പരിചയപ്പെടുത്തി തരാം. എല്ലാവരും വീട് കിടക്കുകയാണ്. നിന്റെ ഉത്സാഹത്തിൽ എല്ലാവരെയും കൈപിടിച്ച് കയറ്റാൻ പറ്റുമെങ്കിൽ അത് ചെയ്യണം. അതിനെന്താ, ഈ കൃഷി ഒറ്റയ്ക്കൊരാൾക്ക് ചെയ്ത് വിജയിപ്പിക്കാവുന്ന ഒന്നല്ലല്ലോ. അതിനൊരു കൂട്ടായ പരിശ്രമം വേണം. ഞാൻ നോക്കിയിട്ട് ഇവിടെയുള്ള കൃഷിയിടങ്ങളിൽ ഒരു 90% തരിശായിട്ട് കിടക്കുക. നമുക്ക് എല്ലാവർക്കും കൂടെ ഉത്സാഹിച്ച നമുക്ക് എല്ലാ മണ്ണിലും പൊന്നു വിളയിക്കാം. ചിലപ്പോ തൻ്റെ ഈ വരവും ഞാൻ കാണിക്കുന്ന ഈ ആവേശമൊക്കെ ഈ നാടിന് തന്നെ പുതിയൊരു ചരിത്രം ഉണ്ടാക്കും. പിന്നെ അധ്വാനിക്കാൻ ഒട്ടും മടിയില്ലാത്ത ഒത്തിരി പേരുണ്ട് ഇവിടെ. ആവശ്യത്തിന് ഭൂമിയും ഉണ്ട് ഇവിടെ. പിന്നെന്താ വേണ്ടേ? ഇങ്ങനെയുള്ള കാര്യത്തിന് നേതൃത്വം കൊടുക്കുക, ആവശ്യത്തിന് സമയം ചെലവഴിക്കുക എന്നൊക്കെ പറഞ്ഞാല് ഹരിക്ക് അതിലും വലിയൊരു ത്രില്ലില്ല. സാധാരണ ഭർത്താക്കന്മാരൊരു കൃത്യത്തിന് തുനിഞ്ഞിറങ്ങിയ ഭാര്യമാർക്കും ചില പരാതികളുണ്ടാവും. പക്ഷെ ഇപ്പോ നിങ്ങളുടെ കാര്യത്തിൽ അതില്ല. ഇവിടെ ഹരി നടക്കുന്നതിന്റെ കൂടെ നിത്യയും ഉണ്ടല്ലോ. ഇതിലപ്പുറം എന്ത് വേണം? ഞങ്ങളെപ്പോഴും ഒന്നിച്ച് തന്നെ ഉണ്ടാവും. നാളെ പ്രത്യേകിച്ച് എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞോളൂ, ഞാനത് ഉണ്ടാക്കി കൊണ്ടുവരാം. വേണ്ട.